ഉൾക്കൊള്ളാതെ വിശ്വാസം നന്നാക്കാതെ ഒരു രക്ഷയുമില്ല. ചില ആളുകളൊക്കെ ഇറങ്ങി വരുന്നു, നിസ്കരിപ്പിക്കാനായി കുറച്ച് ആളുകൾ വരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് വിശ്വാസം, അതാണ് ഒന്നാമതായി വിശ്വാസമാണ് വേണ്ടത്. ഒന്നാമതായി വിശ്വാസം വേണം. കുറെ നിസ്കരിക്കുക, കുറെ നോമ്പെടുക്കുക, അതല്ല നമ്മുടെ ഈമാൻ. വിശ്വാസം വേണം. വിശ്വാസം നഷ്ടപ്പെട്ടാ പോയി. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു സുമ്മ ഇസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായികതു അല്ലാ തഖാഫൂ വലാ തഹ്സനൂ വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലതീ കുൻതും തുഅദൂൻ. രണ്ട് കാര്യമുണ്ടായാൽ സ്വർഗ്ഗമുണ്ട്. ഒന്നാമത്തെ കാര്യം എന്താ? ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, എന്റെ റബ്ബ് പടച്ചവനാണെന്നുള്ളൊരു വിശ്വാസം വേണം. എന്ത് പറഞ്ഞാലും എത്ര മക്കളെ കെട്ടിച്ചോയക്കാൻ പ്രയാസം ഉണ്ടാകുമ്പോഴും പണ്ടാറെടുക്കുന്നത് നമ്മൾ ചിന്തിക്കാൻ പാടില്ല. നമ്മളെ ഉമ്മമാരുണ്ട്, ചില വയസ്സായ ഉമ്മമാർ, ഓരെന്ത് ചെയ്യും? ഒരുപാട് വിഷമം വന്നാൽ അല്ലെ മുസുണിലേക്ക് ഇടുന്ന് പറയുന്ന ഉമ്മമാരുണ്ട്. വിഷമങ്ങൾ വരുമ്പോ, സങ്കടങ്ങൾ വരുമ്പോ എന്ത് പഠിച്ചോന് ഒരു അകത്യമില്ല എന്ന് പറയുന്ന ആളുകളുണ്ട് അല്ലെ. വളരെ വിഷമത്തോടെ അള്ളാഹ്ക്കെതിരെ കുതിര കയറുന്ന ആളുണ്ട്. പ്രശ്നങ്ങൾ വരുമ്പോ അങ്ങനൊന്നും പറയാൻ പറ്റുമോ? അള്ളാഹുവിന്റെ തൃപ്തിയിൽ നമ്മൾ എപ്പോഴും തൃപ്തരാകണം. അള്ളാഹുവിന്റെ വിധിയിൽ നാം എപ്പോഴും സന്തോഷവാന്മാരാകണം. മല്ലം യർള ബിഖദാഇ വലം യശ്കുർ അലാ നിഅമായി ഫലം യസ്ബിർ അലാ ബലായി ഫൽയത്ലുബ് റബ്ബൻ സിവായി. ഞാൻ നൽകുന്ന തൃപ്തിയിൽ വിശ്വസിക്കാൻ നിനക്ക് സമ്മതമല്ലെങ്കിൽ ഞാൻ കുറച്ച് പരീക്ഷണം നൽകും. ചിലപ്പോൾ നിന്റെ കച്ചവടം നിനക്ക് ഞാൻ വേണ്ട രൂപത്തിലാക്കൂല. നിന്റെ പെൺകുട്ടി വളരുമ്പോ, നിന്റെ പെൺകുട്ടി വളരെ വയസ്സായപ്പോ കെട്ടിച്ചയക്കാൻ ചില പ്രയാസങ്ങളൊക്കെ ഞാൻ പറയും. അതൊക്കെ വരുമ്പോ എന്ത് പഠിച്ചോനാണിത്? ഉള്ളാടത്തേക്ക് എത്ര ആടാ കൊടുത്തത്, എത്ര ആട് കൊടുത്ത് വാടൊക്കെ പോയി എന്നല്ലാതെ എന്ത് റബ്ബാണിത് എന്ന് ഉമ്മ ചിന്തിക്കാൻ പാടില്ല. ഒരു വലിയന്റെ അടുക്കലേക്ക് വന്നിട്ട് എപ്പോഴും നിസ്കരിക്കുന്ന ഒരു വലിയന്റെ അടുക്കലേക്ക് പടച്ചോന് ഒരു മലക്കിനെ അയച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ നിസ്കരിച്ചിട്ടൊന്നും കാര്യമില്ല, നിങ്ങളെ നിസ്കാരം കൊണ്ടൊന്നും കാര്യമില്ല. നിങ്ങളെ പടച്ച റബ്ബ് നരകത്തിലേക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്, നിങ്ങളെ സ്വർഗത്തിലേക്ക് അയക്കൂല. അപ്പൊ ഈ വലിയ പറഞ്ഞു ഈ മലക്കിനോട്, ആരാ നിന്റെ പടച്ചവനോട് സ്വർഗം ചോദിച്ചത്? ആരാ നിന്റെ പടച്ചവനോട് ഞാൻ സ്വർഗം ചോദിച്ചത്? ഞാൻ സ്വർഗത്തിന് വേണ്ടിയല്ല, ഞാൻ എന്റെ റബ്ബിന് എനിക്ക് കണ്ണു തന്നപ്പോ, എനിക്ക് കാത് തന്നപ്പോ, കൈ തന്നപ്പോ, കാല് തന്നപ്പോ, ചിന്തിക്കാനുള്ള ശേഷി നൽകിയപ്പോ, ഭക്ഷണം തന്നപ്പോ ഞാൻ എന്റെ റബ്ബിന് വേണ്ടി ത്യജിക്കുന്നു എന്നല്ലാതെ, റബ്ബിന് വേണ്ടി ആരാധിക്കുന്നു എന്നല്ലാതെ അവന്റെ സ്വർഗത്തെ ഞാൻ കൊതിച്ചിട്ടില്ല. ഇബ്രാഹിം അദ്ദേഹം റളിയല്ലാഹു അൻഹു എന്തൊരു മഹാനാണ്. ഇബ്രാഹിം അദ്ദേഹം തങ്ങള് ഒരു ദിവസം ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരാള് വന്നിട്ട് പിന്നാലെ കൂടിയിട്ട് പറഞ്ഞു, ഇബ്രാഹിം തങ്ങളെ, ഞാൻ അങ്ങയുടെ ഖാദിമായി, പരിചാരകനായി, സർവന്റായി ബാക്കിൽ കൂടിക്കോളാം. ഇബ്രാഹിം അതും നിങ്ങൾ പറഞ്ഞു, പറ്റൂല, നിനക്ക് സാധിക്കൂല, എന്റെ പിന്നാലെ നടക്കാൻ പറ്റൂല. ഇല്ല, ഞാൻ അങ്ങയുടെ പിന്നാലെ നടക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇബ്രാഹിം അതും പറഞ്ഞു, ആയിക്കോട്ടെ. വന്നു, പോയി. രാത്രി ഭക്ഷണമില്ല, ഉച്ചക്ക് ഭക്ഷണം കഴിക്കുന്നില്ല, രാവിലെയും ഭക്ഷണമില്ല. 3 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട് പിന്നാലെ വന്ന പ്രിയപ്പെട്ട സഹോദരൻ ഇബ്രാഹിം അദ്ദേഹം തങ്ങളോട് യാചിച്ചു പറയുന്നു, ഭക്ഷണം എവിടെ? എനിക്ക് അങ്ങയെ പിന്തുടരാൻ, അങ്ങയുടെ വഴിയിലൂടെ സഞ്ചരിക്കാൻ എനിക്ക് പ്രയാസമുണ്ട്. ഭക്ഷണം എവിടെ എന്ന് ചോദിച്ചപ്പോ ബഹുമാനപ്പെട്ടവർ ഒരു ലെറ്റർ എഴുതി കൊടുക്കുന്നു. ഒരു ബൈത്ത്, അന ഹാമിദുൻ അന ശാകിറുൻ അന റാകിറുൻ അന ജാഇയുൻ അന നാഇയുൻ അന ആരി ഹിയ സിത്തത്തുൻ ഫഅനൽ ളമീനു ലിനിസ്ഫിഹാ ഫകുനിൽ ളമീന ലിനിസ്ഫിഹാ യാ ബാരി. 3-6 കാര്യം പറഞ്ഞിട്ട് പറയുന്നു, അല്ലാഹുവേ, ഞാൻ ഹംദ് ചെയ്യുന്നവനാ, ഞാൻ ശുക്ർ ചെയ്യുന്നവനാണ്, ഞാൻ ദിക്ർ ചൊല്ലുന്നവനാണ്, നിന്റെ തൃപ്തിയിൽ ഞാൻ തൃപ്തനാണ്, നിന്റെ സന്തോഷത്തിൽ ഞാൻ സന്തുഷ്ടനാണ്, നിന്റെ വിചാരത്തിൽ ഞാൻ ഇഷ്ടപ്പെടുന്നവനാണ്. അതുകൊണ്ട് എനിക്ക് ഭക്ഷണം നൽകണം, എനിക്ക് വസ്ത്രം നൽകണം, എനിക്ക് പാർപ്പിടം നൽകണം എന്ന് തോന്നിക്കുന്ന അർത്ഥത്തിലുള്ള ബൈത്ത് പറഞ്ഞു കൊടുക്കുന്നു. ഭക്ഷണമല്ല കൊടുത്ത, ബൈത്താ കൊടുത്തത്. എന്നിട്ട് അയാള് നടന്നുപോയി. ഒരു ക്രിസ്ത്യാനി കണ്ടപ്പോ വായിച്ചു നോക്കുമ്പോ നല്ല ബൈത്ത്, ഈ ക്രിസ്ത്യാനി കൊണ്ടുപോയി ഈ പരിചാരകന് ഭക്ഷണം കൊടുത്തു എന്ന് ചരിത്രത്തിൽ കാണാം.
അള്ളാഹുവിന്റെ വിധികളിൽ വിശ്വസിക്കാൻ ഉള്ള മനസ്സ് നമ്മൾ ഉണ്ടാക്കി. എന്ത് പ്രതിസന്ധി വന്നാലും, എന്ത് പ്രയാസം വന്നാലും നമ്മൾ ഒരിക്കലും അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി അന്ന് നമ്മുടെ മനസ്സിലേക്ക് വരാൻ പാടില്ല. എപ്പോഴും ഉറച്ചു നിൽക്കുന്ന അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിൽ ഉറച്ചു നിൽക്കണം. പെട്ടെന്ന് മാറുന്ന സ്വഭാവം അത് നമുക്കുണ്ടാകാൻ പാടില്ല. അതുണ്ടാകാൻ പാടില്ല. അതുണ്ടാകുമ്പോഴാണ് എന്റെ ഉമ്മമാരോട് പറയുന്നു, നിങ്ങള് ഉറൂസിന് വരുന്ന സമയത്തും മറ്റു പരിപാടികളൊക്കെ വരുന്ന സമയത്ത് പലതും നിങ്ങൾ കേൾക്കും. നിങ്ങളാണ് പലപ്പോഴായിട്ട് പറയിപ്പിക്കുന്നത്. ഉള്ളാളത്ത് ഉറൂസിന് പോകും, മാലിക് ഇബ്നു ദീനാർ ഉറൂസിന്, പൊയ്യത്തേവേൽ ഉറൂസിന് പോകും. ഉറൂസിന് പോകുമ്പോൾ എന്ത് ചെയ്യും? ഇവര് ഉമ്മമാര് വളരെ മോശമായ രൂപത്തിൽ നടക്കും. വർത്താനവും പറഞ്ഞ് കഥ പറഞ്ഞിട്ട് അവരുടെ സമയം കളയുമ്പോ മുജാഹിദുകൾ വന്ന് ക്ലിപ്പ് ചെയ്തിട്ട് കണ്ടില്ലേ, ഇതാണ് സുന്നിയുടെ പരിപാടി. ഓരോ വേഷം കണ്ടില്ലേ? നിസാഉൻ കാസിയാത്തുൻ ആമിലാത്തുൻ മായിലാത്തുൻ മുമീലാത്ത്. വസ്ത്രം ധരിക്കുന്നുണ്ട്, പക്ഷേ അവർ നഗ്നരാണെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ദീനിന്റെ പരിശുദ്ധമായ വിശ്വാസ കർമ്മങ്ങളിലേക്ക് തിരിച്ചു വന്നിട്ട് പഴയ ഇസ്ലാമിനെ തിരിച്ചു കൊണ്ടുവരാൻ, പഴയ സംസ്കാരത്തെ തിരിച്ചു കൊണ്ടുവരാൻ, വീട്ടിൽ മുഹയ്യിദ്ദീൻമാല കൊണ്ടുവരാൻ, നബിതങ്ങളോടുള്ള സ്നേഹം കൊണ്ടുവരാൻ, ബുറുദ തിരിച്ചു കൊണ്ടുവരാൻ, നാട്ടിൽ നല്ലപോലെ നടക്കാൻ നമ്മളും നിങ്ങളും എല്ലാവരും വളരെയധികം ശ്രദ്ധിക്കണമെന്ന് വളരെ ആത്യന്തികമായി തന്നെ പറയുന്നു. പിന്നെയോ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഉമ്മമാര് തമ്മിലുള്ള ഐക്യമുണ്ടാവണം. ഉമ്മമാര് തമ്മിൽ ഗീബത്തിന്റെയും ഫസാദിന്റെയും ആളുകളാകാൻ പാടില്ല. മനസ്സിൽ കുയിന്തു സ്വഭാവം പറ്റൂല. മനസ്സ് നന്നാവണം. മനസ്സെങ്ങനെ നന്നാവുക? ഒരാൾക്ക് എന്തെങ്കിലും കിട്ടുമ്പോഴേക്ക് നമുക്കതിൽ അസൂയ പാടില്ല. ഓൾക്ക് എങ്ങനെ അത്ര 2 നിലയുള്ള വാർപ്പുള്ള വീട്, അത് പറ്റൂല എന്ന ചിന്ത പാടില്ല. മറിച്ച് എന്ത് ചിന്തിക്കണം? ഓന് നമ്മളെ ഈ നാട്ടുകാരത്തിയല്ലേ, ഓക്കും